പ്രൊജക്ഷൻ തിയറവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ലെറ്റ് വെക്റ്റർ u is equal to 2 minus 1 3 and vector a is equal to 4 minus 1 2. Find the vector component of vector u along vector a and the vector component of u orthogonal to vector a. അപ്പോൾ ഇവിടെ 3 സ്പേസിലെ രണ്ട് വെക്ടേഴ്സ് ആണ് യുവും എയും. എ എന്ന് പറയുന്നത് നോൺ സീറോ വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് വെക്ടർ കമ്പോണന്റ് ഓഫ് യു അലോങ് വെക്ടർ എയും വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു വെക്ടർ എയും, അതായത് W1 W2. വെക്ടർ കമ്പോണന്റ് ഓഫ് യു അലോങ് എ എന്ന് പറയുന്നതാണ് W1 തിയറത്തില്. വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു എ എന്ന് പറയുന്നതാണ് W2. ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഇവിടെ വെക്ടർ യു എന്ന് പറയുന്നത് 2 minus 1 3, വെക്ടർ എ 4 minus 1 2. അപ്പോൾ പ്രൊജക്ഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വെക്ടർ കമ്പോണന്റ് അലോങ് യുവും വെക്ടർ കമ്പോണന്റ് ഓർത്തോഗണൽ ടു യു കാണാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുക. യു ഡോട്ട് എ കാണുക. രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഫസ്റ്റ് കമ്പോണന്റുകളെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് 2 ആണ്, ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് 4 ആണ്. സോ 2 into 4 പ്ലസ് ഇതുപോലെ സെക്കൻഡ് കമ്പോണന്റുകൾ -1ഉം -1ഉം ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. -1 into -1 പ്ലസ് തേർഡ് കമ്പോണന്റ് ഇവിടെ 3, ഇവിടെ 2. സോ 3 into 2. അത് കാൽക്കുലേറ്റ് ചെയ്യുക. 2 into 4 8 പ്ലസ് -1 into -1 1 പ്ലസ് 3 into 2 6. ആഡ് ചെയ്യുമ്പോൾ 15. അപ്പോൾ യു ഡോട്ട് എ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോം എ സ്ക്വയർ കാണുക. നോം എ സ്ക്വയർ എങ്ങനെ നോം എ സ്ക്വയർ കാണുന്നത്? കറസ്പോണ്ടിങ് ആ വെക്ടർ എയുടെ കമ്പോണന്റുകളെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. വെക്ടർ എയുടെ ഫസ്റ്റ് കമ്പോണന്റ് 4 ആണ്. സോ 4 സ്ക്വയർ പ്ലസ് സെക്കൻഡ് കമ്പോണന്റ് -1 സ്ക്വയർ പ്ലസ് തേർഡ് കമ്പോണന്റ് 2 സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. നോം എ കാണാനാണെങ്കിൽ അതിന്റെ റൂട്ട് എടുക്കണം. കമ്പോണന്റുകളെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കണം നോം എ കാണാൻ. ഇത് നോം എയുടെ സ്ക്വയർ ആണ്, അപ്പോൾ റൂട്ട് വേണ്ട. ഈക്വൽസ് 16 പ്ലസ് 1 പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ 21. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കാം. ആയതുകൊണ്ട് യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ, നമുക്കിതാണ് ആ ഫോർമുലയിൽ വേണ്ടുന്നത്, പ്രൊജക്ഷൻ കാണാനുള്ള ഫോർമുലയിൽ വേണ്ടുന്നത്. യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ. ഇതാണ് നമ്മുടെ കെ എന്ന് പറയുന്നത്. നമ്മുടെ തിയറത്തിനകത്തിലെ സ്കെയിലാർ കെ എന്ന് പറയുന്നതാണ്. കെയുടെ വാല്യൂ ആണിത്. യു ഡോട്ട് എ ബൈ നോം എ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു യു ഡോട്ട് എ എന്ന് പറയുന്നത് 15 ആണ്, നോം എ സ്ക്വയർ എന്ന് പറയുന്നത് 21 ആണ്. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5/7 എന്നാകും. 5/7. ഇനി നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, വെക്റ്റർ കമ്പോണന്റ് ഓഫ് വെക്റ്റർ യു അലോങ് വെക്റ്റർ എ, അതാണ് W1. അതിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണ്. നമ്മൾ ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്നും പറയുന്നത്. പ്രൊജക്ഷൻ ഓഫ് യു സഫിക്സ് ആയിട്ട് എ അലോങ് എ എന്ന് വായിക്കണം. ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല യു ഡോട്ട് എ ഡിവൈഡഡ് ബൈ നോം എ സ്ക്വയർ ഇൻറ്റു വെക്റ്റർ എ. അതിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി, ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് 5/7 ആണ്. സോ 5/7 ഇൻറ്റു എ എന്നാണ്. എ എന്ന വെക്ടർ നമുക്കറിയാം. എ എന്ന വെക്ടർ 4 -1 2. അതിവിടേക്ക് കൊടുക്കുക. ബ്രാക്കറ്റിൽ 4, -1, 2. 5/4 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 4 20 എന്നാകും. 20/7. 5/7 into -1. -1ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/7. അടുത്തത് 5/7 into 2 10/7. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെക്റ്റർ കമ്പോണന്റ് ഓഫ് വെക്റ്റർ യു ഓർത്തോഗണൽ ടു വെക്റ്റർ എ. ഓർത്തോഗണൽ ടു വെക്റ്റർ എ, ഇതാണ് നമ്മളുടെ W2, അതായത് യു മൈനസ് W1. W1 എന്ന് പറയുന്നതാണ് പ്രൊജക്ഷൻ ഓഫ് യു അലോങ് എ.
യു മൈനസ് പ്രൊജക്ഷൻ ഓഫ് യു അലോങ് എ ആണ് W2. ദറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്ന വെക്ടർ എടുക്കുക. യു എന്ന വെക്ടർ 2 മൈനസ് 1 2 മൈനസ് 1 3 ആണ്. 2 മൈനസ് 1 3. അതിൽ നിന്ന് ഈ പ്രൊജക്ഷൻ ഇപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ കണ്ട പ്രൊജക്ഷൻ സബ്ട്രാക്ട് ചെയ്യുക. W1 സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് 20/7 മൈനസ് 5/7 10/7 ഈക്വൽസ് 2-ൽ നിന്ന് 20/7 കുറയ്ക്കണം. 2 മൈനസ് 20/7 കോമ അടുത്തത് -1 മൈനസ് -5/7 -1 മൈനസ് -5/7 പ്ലസ് 5/7 എന്നാകും. കോമ ലാസ്റ്റ് 3 മൈനസ് 10/7 ഈക്വൽസ് സബ്ട്രാക്ട് ചെയ്യുമ്പം 2 മൈനസ് 20/7 അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 × 7 എന്നുള്ളത് 14 എന്നാകും. 14 മൈനസ് 20/7 എന്നാകും. 14 മൈനസ് 20 അപ്പോൾ -6 ആകും. -6/7 അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുക. -1 പ്ലസ് 5/7 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -7 പ്ലസ് 5 എന്നാകും /7. അത് -2/7. ലാസ്റ്റ് 3 മൈനസ് 10/7 3യും 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 മൈനസ് 10/7 എന്നാകും. അപ്പോൾ ഇത് 11/7 എന്നാകും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. -6/7 -2/7 11/7. ആദ്യത്തിൻ്റെ ആൻസർ പ്രൊജക്ഷൻ ഓഫ് യു അലോങ് എ അത് 20/7 -5/7 10/7. സെക്കൻഡ് വെക്ടർ കമ്പോണന്റ് ഓഫ് യു ഓർത്തോഗണൽ ടു വെക്ടർ എ യു മൈനസ് പ്രൊജക്ഷൻ ഓഫ് യു അലോങ് എ അത് -6/7 -2/7 11/7.